Dear students, welcome to another session. ഈ ഒരു സെഷനിൽ പഠിക്കാനുള്ളത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ചാണ്. നിങ്ങളുടെ സീരീസ് എക്സാമിനും യൂണിവേഴ്സിറ്റി എക്സാമിനും മറക്കാതെ പഠിക്കേണ്ട ഒരു പോർഷനാണ്. ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം, ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച്. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ച ഒരു റിക്കേഴ്സീവ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. സോ ഒരു പ്രോഗ്രാം എടുക്കാം. പ്രോഗ്രാം ടു ജനറേറ്റ് ഫിബൊനാച്ചി സീരീസ് അപ് ടു n ടേംസ് യൂസിങ് റിക്കേഴ്സീവ് മെത്തേഡ്. സോ എന്താണ് റിക്കേഴ്സീവ് മെത്തേഡ്? ഒരു ഫംഗ്ഷനെ വീണ്ടും വീണ്ടും അത് തന്നെ കോൾ ചെയ്യുന്നതിനെയാണ് റിക്കേഴ്സീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫിബൊനാച്ചി സീരീസ്? അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഫിബൊനാച്ചി സീരീസിൽ ആദ്യത്തെ 2 എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഫിക്സഡ് ആണ്. ബൈ ഡിഫോൾട്ട് ഫസ്റ്റ് എലമെൻറ്റ് വിൽ ബി 0 ആൻഡ് സെക്കൻഡ് എലമെൻറ്റ് വിൽ ബി 1. ദ നെക്സ്റ്റ് എലമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രീവിയസ് 2 വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രീവിയസ് 2 വാല്യൂസ് എന്താണ്? 0 ആൻഡ് 1. അപ്പോൾ 0 + 1 again 1 and that will be the third number. അപ്പോൾ ഫസ്റ്റ് 3 എലമെൻറ്റ്സ് ആയല്ലോ. ഇനി ഫോർത്ത് എലമെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? പ്രീവിയസ് 2 വാല്യൂസ് ആഡ് ചെയ്യുക. അവിടെ പ്രീവിയസ് 2 വാല്യൂസ് എന്താണ്? 1 + 1. സോ നെക്സ്റ്റ് നമ്പർ വിൽ ബി 2. ഇപ്പോൾ 4 എലമെൻറ്റ്സ് ആയി. ഫിഫ്ത്ത് എലമെൻറ്റോ പ്രീവിയസ് 2 വാല്യൂസ് ആഡ് ചെയ്യുക, 1 + 2 and you will get 3. Next element 2 + 3 you will get 5. Next element 5 + 3 8. Next element 5 + 8 13 and so on. ഇങ്ങനെയാണ് ഫിബൊനാച്ചി സീരീസ് ജനറേറ്റ് ചെയ്യുക. സോ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് മെത്തേഡ് എന്താണ്? വളരെ സിമ്പിളാണ്, ഡയറക്റ്റ് ആണ്. പ്രീവിയസ് 2 വാല്യൂസ് അറിയാമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജനറേറ്റ് ദ നെക്സ്റ്റ് നമ്പർ. അവിടെയും അണ്ടർലൈൻ ചെയ്ത് പറയുക, പ്രീവിയസ് 2 എലമെൻറ്റ്സ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ റിപ്പീറ്റഡ് ആയിട്ട് കാൽക്കുലേഷൻ വേണ്ടേ? പ്രീവിയസ് 2 നമ്പേഴ്സ് അറിയണം. അപ്പോൾ പ്രീവിയസ് 2 നമ്പേഴ്സ് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പത്തെ 2 നമ്പേഴ്സ് അറിയണം. അതങ്ങനെ സബ് പ്രോബ്ലംസ് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അത് റിപ്പീറ്റഡ് കാൽക്കുലേഷനാണ്. വീണ്ടും വീണ്ടും സെയിം പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യണം. അതിന് വേണ്ടുന്നൊരു ഫംഗ്ഷൻ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, അത് നോക്കാം. ആ ഒരു ഫംഗ്ഷൻ മാത്രമേ ഇപ്പോൾ പിക്ക് ചെയ്ത് പഠിക്കുന്നുള്ളൂ. ഫിബൊനാച്ചി സീരീസ് ജനറേറ്റ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷനാണത്. ഫംഗ്ഷൻ നെയിം ഈസ് fib. സോ അതിൻ്റെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ n ഈസ് നത്തിങ് ബട്ട് ടു കാൽക്കുലേറ്റ് ദ nth നമ്പർ ഓഫ് ഫിബൊനാച്ചി സീരീസ്. അവിടെ ബേസ് കേസ് കൊടുത്തിരിക്കുന്നത് നോക്കുക. ഇഫ് n ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 റിട്ടേൺ n. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് n 0 ആണെന്നുണ്ടെങ്കിൽ 0 തന്നെ റിട്ടേൺ ചെയ്യും. ഇപ്പോൾ 1 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 1 തന്നെ റിട്ടേൺ ചെയ്യും. ഫസ്റ്റ് 2 എലമെൻറ്റ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. അതിനാണ് അവിടെ ബേസ് കേസ് കൊടുത്തിരിക്കുന്നത്. എൽസ് റിപ്പീറ്റഡ് കോൾസ് റിട്ടേൺ fib n-1 + fib n-2. എന്ത് ഫിബൊനാച്ചി നമ്പർ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് 2 വാല്യൂസ് നമ്മൾ അറിയണം, അത് തമ്മിൽ ആഡ് ചെയ്യണം. വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്നത് പാരാമീറ്റർ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് സബ് പ്രോബ്ലം സോൾവ് ചെയ്ത് പോകണം. നമുക്കതൊരു ട്രീ ഫോമിൽ അത് വരയ്ക്കാം. അവിടെ അത് സ്റ്റാക്കാണ് ആക്ച്വലി കാണിച്ചിരിക്കുന്നത്. ഒരു ട്രീ ഫോമിൽ വരച്ചിരിക്കുന്നു. കൺസിഡർ n = 5 and we know that fib of 0 is 0 and fib of 1 is 1. ആദ്യത്തെ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ബൈ ഡിഫോൾട്ട് നമുക്കറിയാം. എനിവേ fib of 5 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? fib of 5 കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് 2 വാല്യൂസ് അറിയണം. പ്രീവിയസ് 2 വാല്യൂസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? You need to calculate fib of 4 and fib of 3. കണ്ടോ, ഡിവൈഡ് ചെയ്തു. മെയിൻ പ്രോബ്ലത്തെ 2 സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. യു നീഡ് ടു കാൽക്കുലേറ്റ് fib of 4 and fib of 3. അത് ട്രേസ് ചെയ്ത് പോവാം. fib of 4 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? യു നീഡ് ടു നോ ദ വാല്യൂ ഓഫ് fib of 3 and fib of 2. പ്രീവിയസ് 2 വാല്യൂസ് അറിയണ്ടേ? പ്രീവിയസ് 2 വാല്യൂസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ വീണ്ടും കോൾ ചെയ്യണം, fib of 3 and fib of 2. അത് റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവാം. fib of 3 ഈസ് fib of 2 + fib of 1. What is fib of 2? fib of 1 + fib of 0. ഓക്കെ, ബേസിക് യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇത് മാനേജബിൾ യൂണിറ്റ് ആണ്. fib of 0യും fib of 1ഉം നമുക്കറിയാം. സോ മാനേജബിൾ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് ചെയ്തു പോവാം. fib of 1ഉം fib of 0 നമുക്കറിയാം. അത് ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് നമ്പർ ജനറേറ്റ് ചെയ്യാം. fib of 2 കിട്ടും.
ഫിബ് ഓഫ് 2ഉം ഫിബ് ഓഫ് 1 അറിയാമെന്നുണ്ടെങ്കിൽ ഫിബ് ഓഫ് 3 ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ നമുക്ക് റിട്ടേൺ ചെയ്ത് പോകാം. ഫൈനൽ സൊല്യൂഷൻ എത്തും. ആ ട്രീ മൊത്തത്തിൽ നോക്കുക. എല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്ത് മാനേജബിൾ സബ് യൂണിറ്റ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നീട് നമുക്കത് ചെയ്തു പോകാനായിട്ട് പറ്റും. ഇതാണ് റിക്കേഴ്സീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ബട്ട് അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ചില സബ് പ്രോബ്ലംസ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ചെയ്ത ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതൊരു അൺവാണ്ടഡ് പ്രൊസീജിയറാണ്. ഇവിടെ തന്നെ നോക്കുക, ഫിബ് ഓഫ് 2 അത് മൊത്തം 3 ടൈംസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഫിബ് ഓഫ് 2 ഒരു തവണ എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഫിബ് ഓഫ് 2 നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റൂ. സോ ഒരു തവണ അത് സോൾവ് ചെയ്യണം. ബട്ട് റിപ്പീറ്റഡ് ആയിട്ട് മറ്റ് 2 തവണ കൂടി യൂസ് ചെയ്യുന്നുണ്ട്, വീണ്ടും സോൾവ് ചെയ്യുന്നുണ്ട്. അതൊരു അൺവാണ്ടഡ് പ്രൊസീജിയറാണ്. നമ്മൾ ഓൾറെഡി ഫിബ് ഓഫ് 2 കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീണ്ടും വീണ്ടും സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുകയാണ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അതേപോലെ തന്നെ ഫിബ് ഓഫ് 3 2 തവണ മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു തവണ നമ്മൾ സോൾവ് ചെയ്തു, വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് സോൾവ് ചെയ്ത് പോകുന്നുണ്ട്. ഇതൊരു ലെങ്തി പ്രോസസ്സാണ്. ദാറ്റ് കുഡ് ഹാവ് ബീൻ അവോയ്ഡഡ്. ഈ ഒരു പ്രോബ്ലം എങ്ങനെ അവോയ്ഡ് ചെയ്യാം? നിങ്ങൾ ഒരു തവണ സബ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട്ബുക്കിൽ എഴുതുന്ന പോലെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളൊരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ ഒരു ഇക്വേഷൻ്റെ ഒരു പാർട്ട് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയാണോ ആവശ്യമുള്ളത് ആ സ്ഥലത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലേ? ഇതേപോലെ സബ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റിപ്പീറ്റഡ്ലി അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വീണ്ടും ഒന്നേന്ന് അത് സോൾവ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഒരു വേ ഓഫ് ഡൈനാമിക് അപ്രോച്ച്. സോ റിക്കേഴ്സീവ് മെത്തേഡിൻ്റെ പ്രോബ്ലം മനസ്സിലായല്ലോ. സെയിം സബ് പ്രോബ്ലം സോൾവിങ് പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് കുഡ് ഹാവ് ബീൻ അവോയ്ഡഡ്. സോ വി വിൽ ഗോ ഫോർ ഡൈനാമിക് അപ്രോച്ച്. സോ എന്താണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച്? നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ബ്രേക്ക് ഡൗൺ കോംപ്ലക്സ് പ്രോബ്ലംസ് ടു സബ് പ്രോബ്ലംസ്. അത് നമുക്കറിയാവുന്നതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫൈൻഡ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ടു ദ സബ് പ്രോബ്ലംസ്. ഫൈൻഡ് ദ സൊല്യൂഷൻസ് എന്നല്ല, ഒപ്റ്റിമൽ സൊല്യൂഷൻസ്. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണോ അത് നമ്മൾ പിക്ക് ചെയ്യുക. അതിനെയാണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുക. എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം? തേർഡ് സ്റ്റെപ്പ്, സ്റ്റോർ ദ റിസൾട്ട്സ് ഓഫ് സബ് പ്രോബ്ലംസ്. ഒരു തവണ സബ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്തിനാണ്? നെക്സ്റ്റ് സ്റ്റെപ്പ്, ടു റീയൂസ് ദ റിസൾട്ട്സ് ഓഫ് സബ് പ്രോബ്ലംസ് ടു അവോയ്ഡ് റിപ്പീറ്റഡ് കാൽക്കുലേഷൻസ്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തതിന് പകരം നേരത്തെ ചെയ്തു വെച്ച സബ് പ്രോബ്ലംസ് റിസൾട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു, അത് വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഫൈനലി ഫൈൻഡ് ദ റിസൾട്ട് ഓഫ് കോംപ്ലക്സ് പ്രോബ്ലം. ഇപ്പോൾ റിക്കേഴ്സീവ് അപ്രോച്ചിൻ്റെ ചലഞ്ച് എന്താണ്? ഇറ്റ് ഓഫൻ ലീഡ്സ് ടു ഇൻക്രീസ് ടൈം കോംപ്ലക്സിറ്റി. സബ് പ്രോബ്ലംസ് റിപ്പീറ്റഡ് ആയിട്ട് സോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ടൈം നമുക്ക് വേണ്ടി വരും. ടൈം റിക്വയർഡ് ടു സോൾവ് ദ പ്രോബ്ലം it also increases. This is because the same subproblems are repeatedly calculated. So അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാം. ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ തന്നെ 2 അപ്രോച്ചസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് മെമ്മോയിസേഷൻ ഓർ ടോപ്പ് ഡൗൺ അപ്രോച്ച്. എന്താണ് മെമ്മോയിസേഷൻ നോക്കാം. It solves the problem recursively while storing the results of subproblems in a table. മെയിൻ പ്രോബ്ലം സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. മാനേജബിൾ സബ് പ്രോബ്ലം എത്തുമ്പോൾ അത് സോൾവ് ചെയ്ത് പോകുന്നു, അത് റിട്ടേൺ ചെയ്ത് പോകുന്നു. സോ ഇത്തരം സബ് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ടേബിൾ നമ്മൾ സേവ് ചെയ്യും. പ്രോഗ്രാമിൽ യു ക്യാൻ ടേക്ക് എ ഡിക്ഷണറി ഓർ ആൻ array. സോ അതിൻ്റെ പ്രോസസ് നോക്കുക. വെൻ എ സബ് പ്രോബ്ലം ഈസ് സോൾവ്ഡ്, its result is saved. If the same subproblem is encountered again, the solution is retrieved from the table. വീണ്ടും ചെയ്യുന്നതിന് പകരം നേരത്തെ സോൾവ് ചെയ്ത റിസൾട്ട് ഉണ്ടല്ലോ അത് ഡയറക്റ്റ്ലി പിക്ക് ചെയ്താൽ മതി. അത്രയും ടൈം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ഓർ മെമ്മോയിസേഷൻ. മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട്. പലപ്പോഴും ഇത്തരം മെത്തേഡാണ് യൂസ് ചെയ്യുക. ടാബുലേഷൻ ഓർ ബോട്ടം അപ്പ് അപ്രോച്ച്. പല സ്ഥലത്തും കുറച്ചുകൂടി എഫിഷ്യൻറ്റ് മാനർ ഇതാണ്.
tabulation solves the problem iteratively, repeatedly, by filling a table. Usually we will use an array and it will be in bottom-up manner. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസിഡർ യു നീഡ് ടു ജനറേറ്റ് ഫിബൊനാച്ചി സീരീസ് ഓഫ് ലെങ്ത് n. എന്നിൻ്റെ വാല്യൂ 5 എന്ന് എടുക്കുക. ഫസ്റ്റ് എലമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻഡ് ലാസ്റ്റ് എലമെന്റ്, ദാറ്റ് ഇസ് ഫിഫ്ത്ത് എലമെന്റ്. ബോട്ടം അപ്പ് അപ്രോച്ചിൽ ബേസിക് യൂണിറ്റ്സ് ജനറേറ്റ് ചെയ്തു പോകും. ബേസിക് യൂണിറ്റ് എന്ന് നെക്സ്റ്റ് നമ്പർ ജനറേറ്റ് ചെയ്യും. അതായത് ഫസ്റ്റ് 2 നമ്പേഴ്സ് നമുക്കറിയാമല്ലോ, 0 and 1. തേർഡ് എലമെന്റ് നമ്മൾ ജനറേറ്റ് ചെയ്യും, ദാറ്റ് ഇസ് 0 + 1, 1. നെക്സ്റ്റ് എലമെന്റ് ജനറേറ്റ് ചെയ്യും, പ്രീവിയസ് 2 വാല്യൂസ് ആഡ് ചെയ്ത് പോകും. ആഡ് ചെയ്ത് പോകുന്നതിനോടൊപ്പം തന്നെ ഒരു അറയിൽ ഇത് സ്റ്റോർ ചെയ്യും. ഫൈനലി ഈ ഒരു അറേ ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ എൻഷുർ ചെയ്യും, there will not be any repeated sub problems. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നോക്കുക. സ്റ്റാർട്ട്സ് ബൈ സോൾവിങ് ദ സ്മോളസ്റ്റ് സബ് പ്രോബ്ലംസ്, യൂസ് ദെയർ സൊല്യൂഷൻസ് ടു ഐറ്ററേറ്റീവ്ലി ബിൽഡ് സൊല്യൂഷൻസ് ഫോർ ലാർജർ സബ് പ്രോബ്ലംസ്. ബേസിക് സ്റ്റെപ്സ് നമ്മൾ ലേ ചെയ്ത് പോവും, ബിഗ്ഗർ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്ത് പോവും 1 by 1 ആയിട്ട്. അഡ്വാൻറ്റേജസ്, ഇറ്റ് എലിമിനേറ്റ്സ് റിക്കേഴ്സീവ് ഓവർഹെഡ്, റിപ്പീറ്റഡ് സബ് പ്രോബ്ലം സോൾവിങ് നമ്മൾ അവോയ്ഡ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രോബ്ലംസ് വെയർ ഓൾ സബ് പ്രോബ്ലംസ് നീഡ് ടു ബി സോൾവ്ഡ്. അവിടെ റിപ്പീറ്റഡ് സബ് പ്രോബ്ലംസ് വരുന്നില്ല, ബട്ട് എല്ലാ സബ് പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്ത് പോകും. റിപ്പീറ്റഡ് ആയിട്ട് സബ് പ്രോബ്ലംസ് വരില്ല. ഫിബൊനാച്ചി സീരീസ് ജനറേഷൻ തന്നെ ടാബുലേഷൻ മെത്തേഡിൽ നമുക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫംഗ്ഷൻ മാത്രം എടുക്കുക. ഇപ്പോൾ ഫംഗ്ഷൻ നെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിബ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പാരാമീറ്റർ ഈസ് n. അവിടെ ആദ്യമേ കൊടുത്തിരിക്കുന്ന ഒരു ഇനിഷ്യലൈസേഷൻ സ്റ്റെപ്പ് നോക്കാം. അറേ ഈക്വൽ ടു ആ ഒരു ലിസ്റ്റാണ് തന്നിരിക്കുന്നത്, ലിസ്റ്റ് 0 ഇൻറ്റു n. അതിൻ്റെ മീനിങ് എന്താണ്? ഒരു അറേ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഓഫ് ലെങ്ത് n, where each element is initialized to 0. n-ൻ്റെ വാല്യൂ 5 ആണെന്നുണ്ടെങ്കിൽ 5 zeros ഉള്ള ഒരു അറേ ജനറേറ്റ് ചെയ്തു. അപ്പോൾ ബൈ ഡീഫോൾട്ട് ഒരു അറേ ജനറേറ്റ് ചെയ്തു. ആക്ച്വലി ഫിബൊനാച്ചി സീരീസ് ജനറേറ്റ് ചെയ്യുമ്പോൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറേ എടുത്തതാണ്. ബൈ ഡീഫോൾട്ട് ഇറ്റ് വിൽ കണ്ടെയ്ൻ n zeros. n 5 ആണെന്നുണ്ടെങ്കിൽ 5 zeros ഉള്ള അറേ ഇനിഷ്യലൈസ് ചെയ്തു. ദെൻ അറേ ഓഫ് 0, അതായത് ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 0 തന്നെയാണ്. ദെൻ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് നോക്കുക. ഇഫ് n greater than 1, then array 1 is 1. അതായത് നെക്സ്റ്റ് എലമെന്റ് array of 1, സെക്കൻഡ് എലമെന്റ് ഇൻ ദാറ്റ് array, സെക്കൻഡ് എലമെന്റ് എന്താണ്? 1. അപ്പോൾ ഇങ്ങനെ കൊടുത്തു, array of 1 is 1. ഇനി റിപ്പീറ്റഡ് ആയിട്ട് ഓപ്പറേഷൻസ് ചെയ്യണം. റിപ്പീറ്റഡ് ആയിട്ട് നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യണമല്ലോ 1 by 1 ആയിട്ട്. ഇപ്പോൾ ആദ്യത്തെ 2 നമ്പേഴ്സായി, അറേയിൽ ഫസ്റ്റ് 2 എലമെന്റ്സ് ആയി 0, 1. ഇനി റിപ്പീറ്റഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പോകണം. അപ് ടു n നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫോർ ലൂപ്പ് കൊടുത്തു. ഫോർ വേരിയബിൾ i ഇൻ റേഞ്ച്, ഇൻഡെക്സ് 2 തൊട്ട് ജനറേറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ കൊടുത്തു 2,n. എന്തുകൊണ്ടാണ് 2,n എന്ന് കൊടുത്തത്? ഓൾറെഡി അറേ 2 എലമെന്റ്സ് നമ്മൾ ജനറേറ്റ് ചെയ്തു, ഫസ്റ്റ് 2 എലമെന്റ്സ്. അപ്പോൾ തേർഡ് എലമെന്റ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ തേർഡ് എലമെന്റ് ഇൻഡെക്സ് എന്താണ്? 2. 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻഡെക്സ് 2 എന്ന് പറയുന്ന തേർഡ് എലമെന്റ് ആണ്. ദെൻ ഫോർ ലൂപ്പിനകത്ത് ഇങ്ങനെ കൊടുത്തു, അറേ ഓഫ് i ഈക്വൽ ടു അറേ ഓഫ് i മൈനസ് 1 പ്ലസ് അറേ ഓഫ് i മൈനസ് 2. അപ്പോൾ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഐയുടെ ഇനിഷ്യൽ വാല്യൂ 2 ആയിരിക്കും. അറേ ഓഫ് 2 ഈക്വൽ ടു അറേ ഓഫ് i മൈനസ് 1, അതായത് അറേ ഓഫ് 1 പ്ലസ് അറേ ഓഫ് 0. സോ അറേയിലെ തേർഡ് എലമെന്റ് എന്തായിരിക്കും? 0 + 1, 1. നെക്സ്റ്റ് ഐയുടെ വാല്യൂ എന്തായിരിക്കും? 3. 3 എന്ന് പറയുമ്പോൾ ഫോർത്ത് എലമെന്റ്. ഫോർത്ത് എലമെന്റ് എങ്ങനെയായിരിക്കും? പ്രീവിയസ് 2 വാല്യൂസ് ആഡ് ചെയ്യണം. അത് റിപ്പീറ്റഡ്ലി ആഡ് ചെയ്ത് പോവും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ നമ്പറും ജനറേറ്റ് ചെയ്ത് പോവും. ആ ഒരു അറേ എന്ന് പറയുന്ന ഫില്ല് ചെയ്യും. ഫോർത്ത് എലമെന്റ് ഈസ് 2, ഫിഫ്ത്ത് എലമെന്റ് ഈസ് 3. അപ് ടു n എലമെന്റ്സ്, n-ൻ്റെ വാല്യൂ 5 ആണെന്നുണ്ടെങ്കിൽ അപ് ടു 5 എലമെന്റ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യും. ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് സബ് പ്രോബ്ലംസ് വരുന്നുണ്ടോ? ഇല്ല. കാര്യം എന്താണ്? ഓരോ സബ് യൂണിറ്റ്സും നമ്മൾ സോൾവ് ചെയ്ത് പോവുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ബോട്ടം ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ബേസിക് എലമെന്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് പോയി.
സോ ഈ ഒരു മെത്തേഡാണ് ടാബുലേഷൻ മെത്തേഡ് ഓർ ബോട്ടം അപ്പ് അപ്രോച്ച്. ഇതിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. കമ്പയർ റിക്കേർഷൻ ആൻഡ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്. മോഡൽ ക്വസ്റ്റ്യനും ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യമേ തന്നെ ഡെഫിനിഷൻ പറയാം. റിക്കേർഷൻ എന്താണ്? ബ്രേക്കിംഗ് ഡൗൺ കോംപ്ലെക്സ് പ്രോബ്ലം ഇൻ ടു സബ് പ്രോബ്ലംസ് ആൻഡ് എ ഫംഗ്ഷൻ കോൾസ് ഇറ്റ് സെൽഫ് ടു സോൾവ് ദ സബ് പ്രോബ്ലംസ് അൻഡിൽ എ സ്പെസിഫിക് കണ്ടീഷൻ ഈസ് മെറ്റ്. അതായത് ബേസിക് കേസ് ഉണ്ടാവും, അതിനുശേഷം റിപ്പീറ്റഡ് ആയിട്ട് സെയിം ഫംഗ്ഷൻ കോൾ ചെയ്ത് പോകുന്നു. ദാറ്റ് ഈസ് റിക്കേർഷൻ. ദെൻ വാട്ട് ഈസ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്? It is a technique that breaks them into smaller problems and stores the results of these subproblems to avoid repeated calculations. In basic approach, recursion frequently employs a top-down method, but in dynamic approach, there will be top-down and bottom-up approach. പല സ്ഥലത്തും കുറച്ചുകൂടി ബെറ്റർ സൊല്യൂഷൻ ഇതാണ് ബോട്ടം-അപ്പ് അപ്രോച്ച്. In bottom-up approach, it starts by resolving the smaller subproblems before moving into the primary issue. Repeated calculations വരുന്നത് അവോയ്ഡ് ചെയ്യാം. രണ്ട് കേസിലും ബേസ് കേസ് വരുന്നുണ്ട്. ഇൻഫിനിറ്റ് ലൂപ്പ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസ് കേസ് കൊടുക്കണം. ദെൻ അബൌട്ട് പെർഫോമൻസ്, റിക്കേർഷൻ എന്ന് പറയുന്നത് കുറച്ച് സ്ലോവർ ആണ്. റിപ്പീറ്റഡ് സബ് പ്രോബ്ലം സോൾവിങ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് സ്ലോവർ ആണ്. ഡൈനാമിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഒപ്റ്റിമൈസ്ഡ് അപ്രോച്ച് ആണ്, അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടിംഗ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. മെമ്മറി യൂസേജ് ഈസ് പ്രോഗ്രാം സേവ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് മെമ്മറി വേണം, ബട്ട് എക്സ്ട്രാ മെമ്മറി ആവശ്യമില്ല. ഇറ്റ് ഓൺലി റിക്വയർസ് സ്റ്റാക്ക് ആൻഡ് സ്റ്റാക്ക് സ്പേസ്. ബട്ട് ഇൻ ഡൈനാമിക് അപ്രോച്ച് സബ് പ്രോബ്ലം സൊല്യൂഷനും അറേയും എല്ലാം തന്നെ മെമ്മറൈസ് ചെയ്ത് പോകുന്നുണ്ട്. സോ ദിസ് ഡൈനാമിക് അപ്രോച്ച് റിക്വയർ അഡീഷണൽ മെമ്മറി സ്പേസ് ടു റെക്കോർഡ് ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ്. ദെൻ ടൈം കോംപ്ലക്സിറ്റി, the time required to solve the problem റിക്കേർഷനിൽ ഹയർ ആയിരിക്കും, ഡൈനാമിക് അപ്രോച്ചിൽ ലോവർ ആയിരിക്കും. then about പെർഫോമൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. റിക്കേർഷൻ സ്ലോവർ ആണ്, ഡൈനാമിക് അപ്രോച്ച് ഫാസ്റ്റർ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. എൻ്റെ പ്രോഗ്രാമിങ്ങും പഠിക്കണം, ഈ ഒരു കമ്പാരിസണും പഠിക്കണം. ഈ ഒരു കമ്പാരിസൺ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്, സ്റ്റാർ മാർക്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.